അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഏഴാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 6-ാമത്തെ പാഠമാണ് നാം നോക്കുന്നത്. ഹാദിയം മഹ്ദിയ. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ 5-ാം ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്നാൽ അനൈക്യം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില ഉപാധികളോടെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉടലെടുത്ത അനൈക്യം അവസാനിക്കുകയും ജനങ്ങളെല്ലാം ഒരു ഇമാമിൻ്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്തു. ഇത് ഹിജറ 41 ഈ വർഷം ആമുൽ ജമാ, ഐക്യവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധ സംഘത്തലവൻ, ഗവർണർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. അതിനാൽ ഈ ഭരണകൂടം അൽ ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിജറ 41 മുതൽ 132 വരെ നീണ്ടുനിന്ന ഉമവി കാലത്ത് 14 പേർ ഭരണം നടത്തി. ഉമവിയ്യ ഖിലാഫത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാനും ഏറ്റവും പ്രസിദ്ധനും സച്ചരിതനുമായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവുമാണ്. അദ്ദേഹം 5-ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. ഇതിനാൽ 2-ാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഉമവി ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദിനെ ഖലീഫയാക്കിയതിനെ എതിർത്ത അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലും മദീനയിലുമുള്ളവർ ബൈഅത്ത് ചെയ്തു. യസീദ് മരിച്ചതോടെ ഭൂരിഭാഗം നാടുകളും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തെങ്കിലും ഉമവി കുടുംബത്തിലെ അബ്ദുൽ മലിക്കിൻ്റെ സൈന്യവുമായി നടന്ന യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. 91 വർഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരഥ്യം വഹിച്ച ഉമവികളുടെ കാലത്ത് രാജ്യത്തിന് പല നേട്ടങ്ങളും ഉണ്ടായി. 1. അറബി ഭാഷയ്ക്ക് വൻ പ്രചാരം ലഭിച്ചു. 2. കവിത, പ്രസംഗം, രചന തുടങ്ങിയ അറബി സാഹിത്യ ശാഖകൾ പുരോഗതി പ്രാപിച്ചു. ഇൽമുൽ ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, വ്യാകരണം തുടങ്ങിയ വിജ്ഞാന ശാഖകൾ രൂപപ്പെട്ടു. അറബി ലിപിക്ക് പുള്ളി, ഹർക്കത്ത് മുതലായവ നടപ്പിലാവുകയും അത് വ്യവസ്ഥാപിതമാവുകയും ചെയ്തു. 3. വിവർത്തനവും ചരിത്രരചനയും ആരംഭിക്കുകയും വൈജ്ഞാനിക മുന്നേറ്റമുണ്ടാവുകയും ചെയ്തു. 4. രാഷ്ട്രം സാമ്പത്തികമായി വൻ അഭിവൃദ്ധി നേടി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാലത്ത് സക്കാത്ത് വാങ്ങാൻ അർഹരില്ലാത്ത വിധം എല്ലാവരും സമ്പന്നരായി. 5. രാജ്യം കൂടുതൽ വിസ്തൃതമായി. സിന്ധ്, തുർക്കി, പടിഞ്ഞാറൻ ആഫ്രിക്ക, സ്പെയിൻ, ആദർബൈജാൻ, അർമേനിയ, റോം എന്നിവിടങ്ങളിലേക്ക് രാജ്യം വികസിച്ചു. 6. ഈ പ്രദേശങ്ങളിലെല്ലാമുള്ള ധാരാളം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. 7. ആഭ്യന്തര കലഹങ്ങൾ ധാരാളം ഉണ്ടായെങ്കിലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് രാജ്യത്ത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു. 8. ഖൈറുവാൻ പോലെയുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിതമാവുകയും നേരത്തെയുള്ളവ വികസിക്കുകയും ചെയ്തു. 9. ബൈത്തുൽ മഖ്ദിസിലെ ഖുബ്ബത്തുസ് സഖറ, ഡമസ്കസിലെ ഉമവി മസ്ജിദ് തുടങ്ങിയ മനോഹരവും പ്രൗഢവുമായ നിർമ്മിതികളുണ്ടായി. 10. കൃഷി, വ്യവസായം, കൈത്തൊഴിൽ തുടങ്ങിയവ അഭിവൃദ്ധിപ്പെട്ടു. ആയുധം, കപ്പൽ, വസ്ത്രം, പാത്രം എന്നിവയുടെ നിർമ്മാണവും ആയിരുന്നു അന്നത്തെ പ്രധാന വ്യവസായങ്ങൾ. ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുസ് സാദിസ്. ഹാദിയം മഹ്ദിയ. നുജീബ് ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. 5-ാം ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്തു ആരെ? ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹുവിന്. 2. ആമുൽ ജമാ, ഹിജറ എത്രാം വർഷമാണ്? ഉത്തരം ഹിജറ 40. 3. ഉമവി ഖലീഫമാരുടെ എണ്ണം എത്ര? 14. 4.
ഉമവികൾ എത്ര വർഷം ഭരണം നടത്തി? ഹിജ്റ 41 മുതൽ 132 വരെ. 5 ഖുബ്ബത്തു സഖറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബൈത്തുൽ മഖ്ദിസിൽ. 6 ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പട്ടണം ദമസ്കസ്. ഇനി പൂരിപ്പിക്കുക. ഉമവി ഭരണം ഹിജ്റ 41 മുതൽ ഡാഷ് വരെ നീണ്ടുനിന്നു 132. 2 ഉമവി ഖിലാഫത്തിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഡാഷ് ആയിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ. 3 ഉമവി ഖിലാഫത്തിൽ ഏറ്റവും പ്രസിദ്ധനും സച്ചരിതനുമായ ഭരണാധികാരി ഡാഷ് ആണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. 4 ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തിന് ഡാഷിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. ഉത്തരം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി 3 കാണാൻ ഉബയ്യൻ വ്യക്തമാക്കുക. ഹസൻ റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കാരണം? ഉത്തരം അനൈക്യം ഒഴിവാക്കാൻ വേണ്ടി. 2 അൽ ഖിലാഫത്തുൽ ഉമവിയ്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമെന്ത്? മുആവിയത്ത് ബിൻ അബി സുഫിയാൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായി തീർന്നു. ഇനി 3 അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എങ്ങനെ? ഉത്തരം ഉമവി കുടുംബത്തിലെ അബ്ദുൽ മലിക്കിൻ്റെ സൈന്യവുമായി നടന്ന യുദ്ധത്തിൽ. ഇനി തഖ്സീസ് കാണാം. ഉമവി ഭരണകാലത്തെ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. അത് നമ്മുടെ ആ പാഠത്തിൽ കാണിക്കുന്ന 14 കാര്യങ്ങൾ 10 കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കുക. ഇനി വേൾഡ് മാപ്പിൽ പാഠത്തിൽ പറഞ്ഞ രാജ്യങ്ങൾ കണ്ടെത്തുക. അവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞ രാജ്യങ്ങൾ അതിൽ കണ്ടെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.